ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പല വിവിധ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും അതുപോലെ നിങ്ങൾ ഫോട്ടോ എടുത്ത ഡേറ്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമാണ്. ചില എക്സാമിന് നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. ഫോർ എക്സാമ്പിൾ കേരള PSC അതുപോലെ CASF തുടങ്ങിയിട്ടുള്ള വിവിധ ഡിഫൻസ് എക്സാമും മറ്റു വിവിധ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയുടെ കൂടെ നമ്മൾ ഫോട്ടോ എടുത്ത പേര്, നമ്മുടെ ഫോട്ടോ എടുത്ത ഡേറ്റും നമ്മുടെ പേരും അതിന് മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്, അത് പ്രിന്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങളെ കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വീണ്ടും സ്റ്റുഡിയോയിൽ പോയിട്ട് വെറുതെ ക്യാഷ് കളയേണ്ട, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻ്റർനെറ്റ് കഫേയിലൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ ആപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ലിങ്ക് ഉപയോഗിക്കാം, അതിൽ കയറാം, എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഫയൽ സൈസ്, അതായത് എത്ര ഫയൽ സൈസ് മാക്സിമം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില എക്സാമിന് നമുക്ക് 20 GB 70 GB അല്ലെങ്കിൽ 80 GB ഇടയിൽ വേണമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ 100 GB ആയിരിക്കും. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫയൽ സൈസ് ആവശ്യമുള്ളത് ലിമിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ടൂളാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ടൂൾ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിച്ചാൽ വളരെ ഉപകാരമാണ്. കാരണം നമ്മളത് ചെയ്തതിൽ നമ്മൾ എത്രത്തോളം നമ്മൾ സക്സസ്ഫുള്ളി നമ്മളിത് ചെയ്തു എന്നുള്ള അറിയാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൂളും പാടെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ PDF to JPG to PDF ഒക്കെ ആക്കുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നമ്മളിതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു 100K എത്താനായിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ അത് മാത്രമല്ല, വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ മറക്കരുത്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലവിധ വീഡിയോസും കണ്ട് വെറുതെ നമ്മൾ ലൈക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണെങ്കിലും നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്യാം. നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തരാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ എന്ത് ചെയ്താൽ മതി, GOCL എജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇതായി നമ്മുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ പറ്റും. വെബ്സൈറ്റിൽ കയറി നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ജോബ്സിൻ്റെ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത് വിചാരിക്കാം. ഇതാണ് ഈ പേജിലാണ് ഇരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഹോം എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇല്ല നമ്മുടെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈസി ടൂൾ എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. അതുണ്ടോ, വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു കാണാം ഈസി ടൂൾ എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ മുൻപ് നമ്മുടെ ഈസി ടൂൾ ഇവിടെയാണ് കൊടുത്തിരുന്നത് മെനു. അത് പഴയ ഈസി ടൂൾസ് അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയി കാണിക്കാം. പഴയ ഈസി ടൂൾസ് ഇതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന വഴികളും കാര്യങ്ങളും അതുപോലെ ഈസി കാൽക്കുലേറ്റർ, ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞാൽ മിനിമം കുറച്ച് ടൂൾസ് ഇതിലുണ്ട്. അതിൽ കുറച്ചും പാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൂളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈസി ടൂൾസ് ആണ് ഈ ലിങ്കിലുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈസി ടൂൾസ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈസി ടൂൾസ് പഴയതല്ല എടുക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും പഴയ ടൂളായിരിക്കും ചിലപ്പം വരിക. ഈസി ടൂൾസ് GOCL എജുലാൻഡ് ഈസി ടൂൾസ് എന്ന് അടിച്ചാൽ പഴയ ലിങ്ക് ആയിരിക്കും വരിക. പുതിയത് കിട്ടണ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് കയറിയിട്ട് ഈസി ടൂൾസ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വന്നിരിക്കുന്ന പേജ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. പേജ് ലോഡിങ് ആണ്. ഈസി ടൂൾസ് GOCL എജുലാൻഡ് സിംപ്ലിഫൈ യുവർ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വരിക. ഇവിടെ കാണാം ഫോട്ടോ എഡിറ്റർ, ആഡ് നെയിം ആൻഡ് ഡേറ്റ്, ഏജ് കാൽക്കുലേറ്റർ, SSLC 10% കാൽക്കുലേറ്റർ, പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. പിന്നെ ഫോട്ടോ എഡിറ്ററിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത അതിൻ്റെ ലിങ്ക് ഡയറക്റ്റോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ് ഏജ് കാൽക്കുലേറ്റർ, എന്താണ് ഇതിൽ ഓരോന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ വായിക്കാവുന്നതാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആകാംക്ഷയുള്ളത് എന്ന് വെച്ചാൽ ഫോട്ടോയിൽ നമ്മൾ നെയിമും ഡേറ്റും ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ഡയമെൻഷൻ മാറ്റുക, ക്രോപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ആഡ് നെയിം ആൻഡ് ഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ആഡ് നെയിം ആൻഡ് ഡേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് വരിക. ഇതിൻ്റെ യൂസും കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആദ്യം ഫോട്ടോ ബ്രൗസ് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോ ബ്രൗസ് ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്ന ഫോട്ടോ എടുക്കുന്നത് 140 KB ഫയൽ സൈസ് ഉണ്ട്. നോക്കാൻ നിൽക്കട്ടെ, 140 KB ഫയൽ സൈസ്. ഓപ്പൺ കൊടുക്കുന്നു ഞാൻ. അങ്ങനെ ഓപ്പൺ കൊടുത്തിട്ട് നിങ്ങളത് അവിടെ പേര് നിങ്ങളത് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഓക്കെ, നമ്മൾ പേരടിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ പേരടിച്ചതിന് ശേഷം നിങ്ങൾ ഡേറ്റ്, നിങ്ങൾ ഏത് ദിവസമാണ് ഡേറ്റ് എടുത്തത്, ഫോട്ടോ എടുത്തത്. ഇനി അതല്ല നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാം. ഏതാണ് കൊടുക്കാൻ പറഞ്ഞാൽ വെച്ചാൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത ഡേറ്റ് കണക്കാക്കിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈഫിന് പകരം നിങ്ങൾക്ക് സ്ലാഷ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഹൈഫിനാണ് കുറച്ചും പാടെ വൃത്തി ഉണ്ടാകുക. 2025 ഇതാണ് ഞാൻ ഫോട്ടോ എടുത്ത ഡേറ്റ് ആയിരിക്കാം.
ഇവിടെ നിങ്ങൾക്ക് 20 ഇത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇത് ഫോണ്ട് സൈസാണ്, അത് നമുക്ക് ഈ പറയുന്ന അക്ഷരങ്ങളുടെ സൈസിനെ നമുക്ക് ഇതാക്കാനാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 45, 50 അതിലൊക്കെ കൊടുക്കേണ്ടി വരും. അത് നിങ്ങളുടെ പേരിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാറ്റാവുന്നതാണ്. ഞാനിവിടെ 45 സൈസ് കൊടുത്തത്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര KB ഫയൽ സൈസ് ആണ് വേണമെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോട്ടോൻ്റെ ഫയൽ സൈസ്, എടുത്തിരിക്കുന്ന ഫയൽ സൈസ്, ഒറിജിനൽ ഫയൽ സൈസ് 140 KB ആണ്. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ എനിക്ക് വേണ്ടത് മാക്സിമം ഞാൻ അപ്ലൈ ചെയ്യുന്ന സൈറ്റിൽ എന്താണ് അവർ എടുക്കുന്നത് 50 KB ഫയൽ സൈസാണ് മാക്സിമം ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50 എന്നുള്ള നമ്പർ ജസ്റ്റ് അവിടെ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ. എന്നിട്ട് നിങ്ങളിത് ആഡ് നെയിം ആൻഡ് ഡേറ്റ് എന്നുള്ള ബട്ടണിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പേരും നമ്മുടെ ഡേറ്റും നല്ല വൃത്തിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 50 KB മുകളിലേക്ക് ഇത് പോകില്ല, 28 KB ഫയൽ സൈസാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ഇട്ടാൽ 50 തന്നെയല്ല നമുക്ക് കിട്ടുക, 50-ന് താഴെയുള്ളൊരു നമ്പർ ആയിരിക്കും കിട്ടുക കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നല്ല വൃത്തിയിൽ ഫോട്ടോ വന്നിട്ടുണ്ട്, നമ്മുടെ പേരൊക്കെ നല്ല ക്ലിയറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, എന്നിട്ട് പേരൊന്നും കൊടുത്തിട്ട് ആഡ് നെയിം ആൻഡ് ഡേറ്റ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഡൗൺലോഡ് ഫോട്ടോ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതേ സെയിം ഫോട്ടോനെ വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് സെയിം ഫോട്ടോനെ എടുത്താൽ മതി. ഓക്കെ, സെയിം ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഇവിടെ പോകും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ സംഭവം എന്താണ്, ഇപ്പോൾ ഇത് ഞാൻ 50 ആക്കാം, എനിക്ക് കുറച്ചും കൂടെ സൈസ് കൂട്ടണം വിചാരിക്കാം, 50 ആക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഫയൽ സൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഞാനൊരു 20 ആക്കുന്നു. ഓക്കെ, എനിക്ക് 20 മതി. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് നെയിം ആൻഡ് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇത് വന്നു, അതിന് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ കാണാം 19.9 KB കണ്ടോ, 20-ൻ്റെ മുകളിലേക്ക് പോകില്ല. അപ്പോൾ നമുക്ക് മാക്സിമം എത്രയാണോ വേണ്ടത് അതിൻ്റെതാണ് ഇവിടെ കൊടുക്കുക, അതിൻ്റെ താഴെയുള്ളൊരു നമ്പർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് ദയവായിട്ട് നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് അറിയിക്കുക. നമുക്ക് വലിയ സന്തോഷമാകും, കാരണം നിങ്ങൾ അത് യൂസ് ആണ് എന്നുള്ളത് അറിയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ടൂളാണ് ഫസ്റ്റത്തെ ഫോട്ടോ എഡിറ്റർ എന്നുള്ളത്. അതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഫോട്ടോ എഡിറ്ററിൽ, ഈ ഫോട്ടോ എഡിറ്ററിൽ നിങ്ങൾക്ക് ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ഫോട്ടോ ആഡ് ചെയ്താൽ ഇപ്പോൾ ഇത് കുറച്ച് വലിയ സൈസ് ഫോട്ടോ ആണ്, ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യണം. നമുക്ക് ഇത്ര മതി. ഓക്കെ, എത്ര നമുക്ക് വേണ്ടിച്ചാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് ക്രോപ്പ് ചെയ്യാം. നമുക്ക് എത്രയാണത് വേണ്ടിച്ചാൽ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ വിടുത്തും ഇതൊക്കെ നമ്മൾ മാറ്റാം. ഇപ്പം ഞാനിവിടെ ഒരു 250 വിടുത്തും ഒരു 350 ഹൈറ്റും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻസും അതിനനുസരിച്ച് മാറും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ വിടുത്തൊരു 300 ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഒരു 400 ആക്കിയോട്ടെ, ജസ്റ്റ് കൂട്ടി നോക്കട്ടെ. 250 അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആണ് അത് കാണിക്കുക കേട്ടോ. ഇവിടെ 250 തന്നെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് ഞാനിപ്പോൾ ഒരു 350 എന്നുള്ളത് 300 ആക്കി നോക്കട്ടെ. ഓക്കെ, ഹൈറ്റ് 300 കൊടുക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടൊരു പോർഷൻ നിങ്ങൾ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ഫയൽ സൈസ് മാക്സിമം വേണം, ഇവിടെ എനിക്കിപ്പോൾ 50 KB മതി. 50 KB മാക്സിമം മതി. അപ്പോൾ ഇതും ഏകദേശം നല്ല, ഇതിപ്പോൾ നമുക്ക് സൂമൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ റീസൈസ്, ഇതിപ്പോൾ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. ഇവിടെ റീസൈസ് ഡൗൺലോഡ് എന്നുള്ള കൊടുക്കുന്നു. അപ്പോൾ കാണാം 23 KB ഫയൽ സൈസാണ് വന്നത്. ഇനിയിപ്പോൾ എനിക്ക് 23 വേണ്ട, 20-ന് താഴെ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ 20 എന്നുള്ള നമ്പർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ കാണാം 12.6 KB ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനിയൊരു 100 KB എന്ന് കൊടുത്തു നോക്കാം എത്ര കിട്ടുന്നതെന്ന്. 100 KB എന്ന് കൊടുക്കുമ്പോൾ കാണാം അവിടെ 75 KB. അപ്പോൾ നമുക്ക് കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി ഇവിടെ കൊടുക്കാം. ഓക്കെ, 75 KB നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കിയും കാണിക്കാം. ഓക്കെ,
ഇതാണ് വന്നിരിക്കുക. ക്രോപ്പ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ക്രോപ്പ് ചെയ്ത പോർഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കാണാം. 100 GB എന്ന് കൊടുത്തപ്പോൾ 25 വന്നു, 20 GB എന്ന് കൊടുത്തപ്പോൾ 12 വന്നു. അത് നമ്മൾ ലോജിക്ക് യൂസ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് നമ്പർ അല്ല കിട്ടുക, അതിൻ്റെ താഴെയുള്ള നമ്പറാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എത്ര ഫയൽ സൈസാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നതിന് ശേഷം നമ്മുടെ മറ്റേ ടൂൾ ഉപയോഗിച്ചിട്ട് ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ക്രോപ്പ് ചെയ്തതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, കണ്ടോ ആ ക്രോപ്പ് ചെയ്ത പൊസിഷൻ ഇവിടെ വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇത് ഇട്ടിട്ട് നമ്മൾ ഇതിനെ ആഡ് നെയിം എന്ന് കൊടുത്താൽ ഇവിടെ വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഫോട്ടോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ലാഗും ഇല്ല. നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ ഇതിൽ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അതാ ഇങ്ങനെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നേരെ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യാതെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ടൈമൊക്കെ കാണുന്നുണ്ടോ, നിങ്ങൾ ഇതിലെവിടെയും ലാഗോ കാര്യങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ടൂൾസൊക്കെ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് ലിമിറ്റൊക്കെ ചെക്ക് ചെയ്യാനും, പിന്നെ SLC 10% എന്നുള്ള അത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നമ്മുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രേഡ് ഇട്ട് കൊടുക്കുക, അതൊരു ആവറേജ് വരുള്ളൂ, കറക്റ്റ് ആയിക്കോളന്നില്ല. കുറച്ചും കൂടെ നമുക്ക് ആവറേജ് കറക്റ്റ് ആക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.